സൂത്രവാക്യം എന്ന പുതിയ മലയാളം സിനിമയുടെ തിരക്കഥ നോക്കുകയാണെങ്കിൽ ചുമ്മാ പടത്തിന്റെ നീളം കൂട്ടാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഘടകങ്ങൾ ആ സിനിമയിൽ പൊതുവെ കുറവാണ്. സിനിമയിൽ കാണുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു പേർപ്പസ് ഉണ്ട്. സിനിമയുടെ ദൈർഘ്യം വളരെ കുറവായതുകൊണ്ട് ഒരു പോയിന്റിലും കിടന്ന് അധികം ഇട്ട് വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എൻഡിങ്ങും ട്രീറ്റ്മെന്റിൽ അധികമായിട്ട് മെലോഡ്രാമ ഉപയോഗിക്കുന്നതുമായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നം. ഇതിൽ നീണ്ടു പോകുന്ന മെലോഡ്രമാറ്റിക് ഭാഗങ്ങൾക്ക് നല്ല അഭിനേതാക്കളുടെ പിന്തുണ ആവശ്യമായിരുന്നു. ആകെ മൊത്തത്തിൽ മേക്കിങ്ങിൽ കുറച്ചുകൂടെ റിഫൈൻമെന്റ് വേണ്ട, കുറച്ചുകൂടെ മെച്ചപ്പെട്ട അഭിനേതാക്കളെ ആവശ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യലുള്ള ആശയമാണ് സൂത്രവാക്യം. ക്രിസ്റ്റോ സേവിയർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റേഷന്റെ മുകളിൽ ഒരു ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. പുള്ളിയുടെ ട്യൂഷൻ അടിപൊളിയായതുകൊണ്ട് കുട്ടികൾ പലരും റെഗുലർ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാരണം ക്ലാസ് ടീച്ചറായിട്ടുള്ള നിമിഷയും ക്രിസ്റ്റോയും തമ്മിലൊരു അസ്വാരസ്യമുണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ നാട്ടിലെ ഒരാൾ മിസ്സിംഗ് ആകുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരിലേക്കെല്ലാം പോകുന്നു എന്നതാണ് സൂത്രവാക്യത്തിൽ നമ്മൾ കാണുന്നത്. വളരെ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റിൽ സെറ്റപ്പുകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ടാണ്. ആദ്യം കാണുമ്പോൾ കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ തോന്നുമെങ്കിലും കഥ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാവും. പക്ഷേ ഈ പ്ലേസ്മെന്റിന് ഒരു സ്വാഭാവികതയില്ല. അതായത് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് എന്തിനാ ഇവിടെ പറഞ്ഞത് എന്ന് തോന്നും, അല്ലെങ്കിൽ ഇത് ചുമ്മാ പറഞ്ഞതല്ല, ഇതിനെന്തോ കാര്യമുണ്ട് എന്നും തോന്നും. ഇങ്ങനെ ഒരു ഉദ്വേഗം സൃഷ്ടിക്കാൻ അധികം പറ്റാത്തതുകൊണ്ട് ഒടുവിൽ പലതും റിവീലാകുമ്പോൾ നമുക്കൊരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യില്ല. യൂജിൻ ജോസ് ചിറമ്മൽ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത് വിജയ് ബാബുവും അനുമോളും അഭിനയിച്ച പെൻഡുലം എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള റെജിനസ് ബാബുവാണ്. ഇമോഷണൽ ഡ്രാമയായിട്ട് മാറുന്ന ഒരു ക്രൈം ത്രില്ലറാണ് ഒരർത്ഥത്തിൽ സൂത്രവാക്യം. ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ട്യൂഷൻ ക്ലാസ് പരിപാടിയൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഇമോഷണൽ സംഗതി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ട്യൂഷൻ ക്ലാസ് പരിപാടികളിലെ തമാശകളും കാര്യങ്ങളും ഒക്കെ ഏച്ചു കെട്ടിയ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ക്ലൈമാക്സിൽ അവർ ഉദ്ദേശിച്ച ഹാർട്ട് ടച്ചിങ് പരിപാടിയൊന്നും അങ്ങോട്ട് വർക്കാകുന്നില്ല. ഇങ്ങനെ ഒരു ക്ലൈമാക്സിന് പകരം കുറച്ചുകൂടെ ഹാപ്പി എൻഡിങ് സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു വകുപ്പ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ദിശയിലേക്ക് പോകാനല്ല ഇതിൻ്റെ എഴുത്തുകാർക്ക് താല്പര്യം. വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനോടനുബന്ധിച്ചിട്ടാണ്. ഓൺ സ്ക്രീൻ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള, ജനങ്ങളോട് നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തുന്ന, കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു സീനിൽ ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളൊന്നും വലിച്ചു കയറ്റരുത് എന്ന് കുട്ടികൾക്ക് ഉപദേശവും കൊടുക്കുന്നുണ്ട്. ഈ അടുത്തുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്റെ വരാൻ പോകുന്ന പല സിനിമകളിലും ഷൈൻ ടോം ചാക്കോ റീഡബ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ആ ലിസ്റ്റിൽ സൂത്രവാക്യം വരുന്നുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ടിടത്തുള്ള ഉച്ചാരണ പ്രശ്നം മാറ്റി നിർത്തിയാൽ പൊതുവെ ശബ്ദവും ബോഡി ലാംഗ്വേജും ഒത്തുപോകുന്നുണ്ടായിരുന്നു. നോ ഒഫൻസ് ടു ദ ടാലന്റ് ഓഫ് വിൻസി അലോഷ്യസ്, പക്ഷേ പുള്ളിക്കാരിയുടെ കഥാപാത്രം ഈ സിനിമയ്ക്ക് അത്ര അത്യാവശ്യമുള്ള ഒന്നല്ല. ട്രെയിലർ കാണുമ്പോൾ ഇത് പോലീസുകാരനും ടീച്ചറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിപ്പിക്കുക എന്നതല്ലാതെ വലിയൊരു പർപ്പസ് ഒന്നും നിമിഷ എന്ന ടീച്ചർ കഥാപാത്രത്തിന് ഈ സിനിമയിലില്ല. നസീഫ് എന്ന യുവ നടനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രം കടന്നുപോകുന്ന മാനസികാവസ്ഥ കാണിക്കാൻ സിനിമ സ്വീകരിച്ചിട്ടുള്ളത് കുറച്ചധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതികളാണ്. നിർഭാഗ്യവശാൽ നസീഫിന് അത് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. മറ്റ് സഹനടന്മാരായിട്ട് വരുന്നവർക്കും ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വന്നിട്ടുള്ളവർക്കും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളായിട്ട് വന്നിട്ടുള്ളവർക്കും ഒന്നും ട്രീറ്റ്മെന്റിലെ അതിനാടകീയത കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഓൺ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ ചില്ലറ സ്പാർക്കുള്ള ഒരു ആശയമാണ് സൂത്രവാക്യം. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിർമ്മിക്കാനുള്ള തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ത്രില്ലർ ആക്കുന്നതിന് പകരം ഇമോഷണൽ ഡ്രാമ സ്പേസിലേക്ക് കഥയെ കൊണ്ടുപോയത് കഥയുടെ ഇമ്പാക്റ്റിനെ എവിടെയൊക്കെയോ ബാധിക്കുന്നുണ്ട്. അവസാനത്തേക്ക് വരുന്ന ഇമോഷണൽ ഭാഗങ്ങൾ വർക്ക് ആകണമെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നടന്മാരുടെയും കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത എഴുത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു. എവിടെയൊക്കെ ഒരു നല്ല സിനിമ ആക്കാനുള്ള സാധ്യതയുണ്ടായിരുന്ന ഒരു ശ്രമമാണ് ആകമൊത്തത്തിൽ സൂത്രവാക്യം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്